നിങ്ങളുടെ മൊബൈൽ ഫോണുകളെ എങ്ങനെ വയർലെസ് മൈക്കുകളാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ദെൻ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ അനദർ വീഡിയോ. ദിസ് ഇസ് ഫവാസ് ഫ്രം ന്യൂ വൺ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വയർലെസ് മൈക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ 10,000-ന് മുകളിലാണ് പ്രൈസ് വരുന്നത്. അതും ഒരു നല്ലൊരു ബ്രാൻഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 20,000-30,000 രൂപ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വെച്ച് തന്നെ നമുക്ക് DSLR അല്ലെങ്കിൽ മൊബൈലുകൾ വയർലെസ് മൈക്കായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു 150 രൂപയുടെ ഒരു മൈക്ക്, നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ളത് മേടിക്കാം. ഇത് ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപയാണ്. ഇത് ഫോണിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് ഫോണിൽ പിൻ ചെയ്യാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു 150 രൂപയുടെ മൈക്ക് മേടിക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു OX കേബിളാണ്. അത്യാവശ്യം നീളമുള്ള OX കേബിൾ മേടിക്കുക. ഒരു 10-60-70 രൂപയേ ഉള്ളൂ ഇതിൻ്റെ ഒരു മീഡിയം ക്വാളിറ്റി OX കേബിളിന് വരുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് 2 മൊബൈൽ ഫോണാണ്. ഒന്ന് റിസീവ് ചെയ്യാനും ഒന്ന് നമുക്ക് മൈക്കിലൂടെ സംസാരിക്കാനുമുള്ള ഒരു 2 ഫോണുകളാണ് നമുക്ക് വേണ്ടത്. ഈ 2 ഫോൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വയർലെസ് മൈക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ 2 ഫോണുകളിലും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ടാൾക്കി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ഡൗൺലോഡിംഗ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെയല്ല, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ ടാൾക്കി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ഡൗൺലോഡിങ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ OX കേബിൾ ഒരു ഫോണിൽ കണക്ട് ചെയ്യുക. ഓക്കെ, കണക്ട് ചെയ്തതിന് ശേഷം ഇത് നിങ്ങളുടെ DSLR ക്യാമറയുടെ മൈക്കിൻ്റെ പോർട്ടിൽ കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ 2ാമത്തെ മൊബൈൽ നിങ്ങളുടെ മൈക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, മൈക്ക് കണക്ട് ചെയ്തു. ഇനി നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 2 മൊബൈലിലും നിങ്ങൾ ടാൾക്കി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ എക്സെൻഡർ സാപ്പിയൊക്കെ കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒന്നിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷനും കാണാൻ പറ്റും. 2ാമത്തേൽ അത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഒന്നിൽ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുക, 2ാമത്തേൽ നിങ്ങൾ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ DSLRലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഈ മൈക്ക് ജസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വോയിസ് കൂടുന്നതും കുറയുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 2 മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു വയർലെസ് മൈക്ക് മെയ്ഡ് ചെയ്യാൻ പറ്റും. ട്രാവലിംഗ് പോകുന്നവർക്കും അതുപോലെ തന്നെ ടെക് ബ്ലോഗുകളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വയർ ഒരു ബുദ്ധിമുട്ടായി വരുന്നതാണ്. പ്രത്യേകിച്ച് ട്രാവലിംഗ് പോകുന്നവർക്ക് പുറത്തുള്ള നോയ്സും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടായിരിക്കും പലരും ഇത് ചെയ്യുക. പിന്നെ അതുമല്ല, ഇനിയിപ്പോൾ വയർലെസ് മൈക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾ അത്രയും എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ പുതിയൊരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വയർലെസ് മൈക്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഫോണ് നമ്മുടെ പോക്കറ്റിലിട്ടിട്ട് നമ്മുടെ മൈക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. മറ്റേ ഫോണ് ആരാണോ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രൈപോഡുകളിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാമറയുടെ അടുത്തോ അല്ലെങ്കിൽ പോക്കറ്റിലോ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ഒരു ഐഡിയ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്യുക. ടെക്നോളജി വരുന്ന പുതിയ പുതിയ അപ്ഡേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനുമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജായിട്ടുള്ള ന്യൂ വൺ ടെക് ആൻഡ് ട്രാവൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ആ പേജ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ട്രാവലിംഗ് വ്ളോഗുകളും അതുപോലെ തന്നെ ടെക്നോളജി അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.